ഈ പൂട്ട് ഞാൻ വാങ്ങിച്ചതാ. നിന്റെ പണത്തിന്റെ ഹുങ്ക് പാവപ്പെട്ട ഇവനോട് കാണിക്കരുത്. ഇവന്റെ പ്രതിഭ നിന്റെ തട്ടേല. ആക്രിക്കടയ്ക്ക് കൊടുത്തതൊന്നുമല്ല, കോളേജ് നടത്താൻ കൊടുത്തതാ. വാടക കൃത്യമായി തരുന്നുണ്ടല്ലോ. ഇനി പൂട്ടരുത്. എടുക്കടാ. ഐശ്വര്യമായിട്ട് നീ നിന്റെ കൈ കൊണ്ട് ആ പൂട്ട് മാഷിന് കൊടുക്ക. ഈ പൂട്ടിന്റെ മുകളിൽ നീ നിന്റെ പൂട്ടിട്ട് പൂട്ടിയ നിന്നെ ഞാൻ പൂട്ടും. ഒടുക്കത്തെ പൂട്ട്. ആടുതോമ വന്നിരുന്നോ? വന്നു. എവിടെ പോയില്ല മോനെ. എങ്ങോട്ട് പോയി? അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ അവനോട് തന്നെ ചോദിക്കണം. എന്താ ഉറുപ്പേ പ്രശ്നം? പ്രതിഭ ട്യൂട്ടോറിയൽ പൂക്കോയുടെ കിട്ടത്തിലായിരുന്നല്ലോ. പഠിക്കാൻ പോയ മോള് മാഷ് കയറി അങ്ങ് പ്രേമിച്ചു. പൂക്കോയെ സമ്മതിക്കോ? ആമത്തായിട്ട് ട്യൂട്ടോറിയൽ അങ്ങ് പൂട്ടി. ചോദിക്കാൻ ചെന്ന മാഷ് പൂക്കോയുടെ വാടാ പൊട എടുത്തിട്ടൊന്ന് പെരുമാറി. മാഷ സങ്കടം സഹിക്കാതെ തോമാച്ചൻ ബലം പ്രയോഗിച്ച് താക്കോല് തിരിച്ചു വാങ്ങി കൊടുത്തപ്പോ തുടങ്ങിയതാണ് ഈ പ്രശ്നം. ഇന്നത്തെ പ്രശ്നം സാറേ, ഇന്നത്തെ പ്രശ്നം നമ്മൾ പറയാം സാറേ. തോമാച്ചായന്റെ അടുത്ത് മൊയിലാളിയുടെ വാടാ പോടെ കൂടെ നടക്കാഞ്ഞിട്ട് കൊച്ചിന്ന് നമ്മളെ ജാതിക്കാരെ കൊണ്ടുവന്നു. കോട്ടപ്പുറത്തിട്ട് കണ്ണിന് മുളകോടി എറിഞ്ഞു ഒരുപാട് തല്ലിച്ചു. തോമാച്ചായ വിടുവോ? ഇങ്ങ് വന്ന് ഇറങ്ങിയതും പട്ടാളം വന്ന് ഇറങ്ങിച്ചു പോയതുപോലായിരുന്നു. നല്ല ചൊളകളേടി. അവന്റെ ഭാഗ്യത്തിന് പുതിയ എസ് ഐ കുറ്റിക്കാട സാർ ചാർജ് എടുക്കുന്നത് നാളെ ആയിപ്പോയി. അല്ലെങ്കിൽ ഈ ചൊളചൊള അവന്റെ മുതുക തരുന്നേനെ. A squared minus B squared is equal to A plus B into എന്താ? A plus B into സൈലൻസ്. പറയൂ. B into അല്ല. A squared minus B squared is equal to A plus B into A minus B. മാറിക്കടാ. തോമാച്ച, നമ്മുടെ പുതിയ എസ് ഐ കുറ്റിക്കാട് സാറിന് നിന്നെ ഒന്ന് കാണണമെന്ന്. എന്താ കാര്യം? മുട്ടനാട്ട് ചങ്കിലെ ചോര ഓടിക്കുന്ന ആടുതോമയെ സാറിന് നേരിട്ട് പരിചയപ്പെടണമെന്ന്. എന്തിനാ? ആടുതോമയ്ക്ക് കുറ്റിക്കാടന്റെ പെങ്ങളെ കെട്ടിച്ചേരാനാണോ? ഞാൻ തോമ, ആടുതോമ. എന്തിനാ വിളിപ്പിച്ചേ? എന്റെ പെങ്ങളെ തരാനടാ. കണ്ണാടി. നമസ്കാരം. എന്റെ കർത്താവേ, പൂക്കോയുടെ ഡിംപിൾ സ്കോച്ചിന്റെ ഒരു പവറേ എന്റെ ചെറുക്കനകത്ത്. ഇത് ഞങ്ങളുടെ വക്കീല സൂര്യനാരായണൻ. അയ്യര. ഞാൻ ചെറുക്കന്റെ കൊച്ചാപ്പന മണിമല വക്കച്ചൻ. സാറേ, ആ ജാമ്യം കൊടുത്താട്ടെ. എന്നാ ഞാൻ വരട്ടെ സാറേ. നീ എസ് ഐ സോമശേഖരൻ ഇടിച്ച് കിണറ്റിലിട്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് എന്നെ മനസ്സിലായല്ലോ. നിന്റെ നല്ല പ്രായത്തിൽ കുത്തി നടക്കാൻ ഈ വടി ഇരിക്കട്ടെ. സോറി. എടാ എടാ, തുണി എടുത്തോണ്ട് പോടാ. വക്കീലേ വന്നാട്ടെ. എടാ ഉടപ്പാ, വണ്ടി ഒന്ന് തിരിച്ചേ. മിസ്റ്റർ ജോസഫ്, ഇതെന്റെ അനുജനാ വക്കച്ചൻ. വക്കച്ച ജോസഫ്, വാട്ടർ ബസ്സിൽ. ചേട്ടത്തി ഒന്ന് വന്നേ. ചേട്ടായി ഒരു നിമിഷം. അവന്റെ വല്ല കാര്യമാണ് എനിക്ക് കേൾക്കണ്ട. എന്നോട് പറയണ്ട. കേക്കണം, അല്ലെങ്കിൽ ചടങ്ങ് മംഗളമായി നടക്കില്ല. തോമാച്ചൻ എസ് എ തിയേറ്ററിലിട്ട് തല്ലി. പോലീസുകാർ നോക്കി നടക്കുക. ഏത് സമയത്ത് ഇവിടെ വരാം. കഴിയുന്ന വേഗം ഇവരെ പറഞ്ഞയക്കാൻ നോക്ക്. ദൈവമേ, ഇതെന്തൊരു ജന്മവാ. ചേട്ടായി സംഭവമാകെ പുലിവാല. അവനെ കൈ കിട്ടിയ കുറ്റിക്കാടൻ വെറുതെ വിടില്ല. ഒന്ന് തിരുവനന്തപുരം വിളിച്ച് ചീഫ് സെക്രട്ടറിയോട് പറ. ഇതിനിടയ്ക്ക് നിനക്ക് അവനെ രക്ഷിച്ചാൽ മതിയല്ലേ? എന്റെ മകളുടെ കൈക്ക് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് തെമ്മാടിയാണവൻ. തോമാച്ചാനല്ലേ? ജാൻസിൽ ആൽബതി കണ്ടു. ആ തട്ട കിടക്കുന്ന പൈപ്പ് മനുഷ്യനെ കണ്ടു. മനോഹരം. വാ. മര്യാദകളൊന്നും വേണ്ട. ഞാൻ വന്നത് എന്റെ പെങ്ങൾക്ക് ചെറുക്കനെ ഉണ്ടാക്കാനല്ല. ഗന്ധർവന്റെ സെന്റ് എന്റെ പെങ്ങൾക്ക് വേണ്ട. ഇനി പോകുന്നിടത്ത് കൊടുക്കാം. തോമച്ചായ, ഞാനിത് ജാൻസിക്ക് കൊടുത്തപ്പോ എന്റെ മനസ്സോടെ അവൾക്ക് കൊടുത്തുപോയി. ഇതവളെ തിരിച്ചേൽപ്പിക്കണം. തോമ വിചാരിച്ചു ഭൂമിയിൽ ഉശിരുള്ള ആൺ ചെറുക്കൻ ഞാൻ മാത്രമാണെന്ന്.
അല്ല. പൊന്നമ്മേ, സർ CP-യുടെ പുതിയ കണ്ടുപിടുത്തം ചെകുത്താൻ. അതേടാ, 1000 വട്ടം മനസ്സിലെഴുതി നോക്കി വേണോ വേണ്ടായോ എന്ന്. അതിനുശേഷമാണ് നിന്റെ നെറ്റിയിൽ ചെകുത്താൻ എഴുതിയത്. അപ്പന്റെ കൈവെട്ടി ചെകുത്താൻ വെറും 1.5 ചക്രത്തിന്റെ ഗുണ്ട ആട് തോമ. വരുന്ന 14-ാം തീയതി തിങ്കളാഴ്ച പാറേപ്പള്ളി വെച്ച് എന്റെ മകൾ ജാൻസിയുടെ കല്യാണമാണ്. കെട്ട് കഴിഞ്ഞ് എന്റെ വീട്ടിൽ ഊണ്. സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ സംബന്ധിക്കാം. ഒലക്ക, ഇയാള് നിന്റെ തന്റെ അല്ല. തന്തയുടെ കൈവെട്ടിയതിനെ പിന്നെ എങ്ങനെ വിളിക്കണം? എനിക്കിങ്ങനെ അറിയൂ. വെടിവെച്ച പൊട്ടാത്ത കരിമ്പാറയെ നീ ഒന്ന് കുലുക്കി. ഈ ഓട്ടക്കാലനയ്ക്ക് വിലയുണ്ടെന്ന് കടുവാ ചാക്കോയ്ക്ക് നീ കാണിച്ചു കൊടുത്തു. പകരം നിനക്കെന്ത് വേണം? ആശാന്റെ മുഖത്തിരിക്കുന്ന ആ കറുത്ത കണ്ണട. എന്തിനു നീ ഇത് സൂക്ഷിച്ചു? ഇരുട്ട് നിറഞ്ഞ എന്റെ ജീവിതത്തിലേക്ക് ഒരു തകർച്ചയെ ഓർമ്മിപ്പിക്കാൻ എന്തിനീ ഓട്ടക്കാലനെ കൂട്ടിക്കൊണ്ടുവന്നു? ആ ഓട്ടക്കാലണയിലാണ് മൂല്യത്തിന്റെ ആരംഭം. അതുകൊണ്ടാണ് വലിച്ചെറിഞ്ഞ ഈ മണി ഒരു മയിൽപ്പീലി പോലെ ഞാൻ സൂക്ഷിച്ചത്. ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണ് അല്ലേ? ഉയിര് കൊടുത്തു വളർത്തിയ മകള്, താലി കെട്ടിയ ഭാര്യ, അവരൊക്കെ ഇപ്പൊ എവിടെ? ഈ വലിയ വീട്ടില് താൻ ഒറ്റയ്ക്കിരുന്ന് തുരുമ്പ് തിന്നുന്നത് ഞാൻ കാണും. ചേട്ടായി, തോമാച്ചനെ കോട്ടയത്ത് വെച്ച് ആരോ കുത്തി. അല്പം സീരിയസാ. വാ ചേട്ടായി, നമുക്ക് പോകാം. ഞാനില്ല. ചാകാൻ നേരത്തെങ്കിലും അടുത്തുണ്ടായിരുന്ന നാട്ടുകാർ പറയട്ടെ. വക്കച്ചൻ പോയാ മതി. ചേട്ടായി, ചേട്ടായി,